ഫുൾ കമ്പനി സർവീസ് ആണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമല്ല. ഇത് നമുക്ക് 3.10 കൊടുക്കാം. 3.10 കൊടുക്കാം. ഓഫർ പ്രൈസ് ആണ്. എക്സ്പ്രസോ വിറ്റാറ ബ്രസ ഡീസൽ ZDI പ്ലസ് ടോപ്പ് എൻഡ് മോഡൽ ബൊലേറോ 2020 മോഡൽ. സെക്കൻഡ് ഓണർഷിപ്പ് 76,000 കിലോമീറ്റർ ഓടി. എല്ലാം കമ്പനി സർവീസ്. പ്രത്യേകം എന്ന് പറഞ്ഞാൽ പ്രൊഫൈൽ അല്പം കൂടിയിട്ടുണ്ട്, അലോയ്സ് അഡീഷൻ ചെയ്തിട്ടുണ്ട് അല്ലേ? കൊടുക്കാം. ഓഫർ 1,15,000 രൂപ. 1.15. ലോണും കയറുമല്ലോ. 2012 ആണ്. വേണമെങ്കിൽ നമുക്ക് ഒരു 2 വർഷത്തേക്കൊക്കെ ഫിനാൻസ് കയറുമല്ലോ. അപ്പോൾ ഇതെങ്ങനെ പ്രൈസ്? 1,65,000 രൂപ കൊടുക്കാം. 2013 വണ്ടി 2,65,000 രൂപ. 265. ഓക്കെ, ഓട്ടോമാറ്റിക് ആണ്. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനങ്ങനെ സെക്കൻഡ് ചോയ്സിലാണ് കേട്ടോ. അത്യാവശ്യം നല്ല വണ്ടികളെ കളക്ഷൻ വന്നിട്ടുണ്ട്. ബഡ്ജറ്റ് കാറുകളും മിഡിൽ സെഗ്മെന്റ് വണ്ടികളും അതേമാതിരി ബൊലേറോ നല്ല വണ്ടികളെ കളക്ഷൻ വന്നിട്ടുണ്ട്. നമ്മുടെ ഒരു ആഴ്ചയായിട്ടുണ്ട്. ചില വീഡിയോയുടെ സ്വാഗതം. അപ്പം നമ്മുടെ പുതിയ സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട്. ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം സ്റ്റോക്ക് മാറി വന്നിട്ടുണ്ട്. 2026 കുറേ സ്റ്റോക്കുകൾ കയറിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ നന്നായിട്ട് പോയിട്ടില്ല. അത്യാവശ്യം നല്ല റീച്ച് ആയിരുന്നു. കുറേ വണ്ടികളൊക്കെ ഡെലിവറി പോയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്കറിയാം സെക്കൻഡ് ചോയ്സിൻ്റെ പ്രത്യേകത അറിയാം. നല്ല ക്വാളിറ്റി കാർ നിങ്ങൾക്ക് മാക്സിമം വിലക്കുറവ് നിൽക്കുന്ന സ്ഥാപനമാണ്. നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ ചെയ്യുന്ന സ്ഥാപനമാണ്. ചേട്ടാ, നമ്മുടെ ലോൺ 2013 തൊട്ടായി ചെയ്യാൻ പറ്റും. അതുപോലെ വണ്ടിക്ക് വാറണ്ടി വരുന്നുണ്ട്. വാറണ്ടി നമുക്ക് 16 തൊട്ട് വാറണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 19 തൊട്ട് ഫുൾ വാറണ്ടി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവരുടെ ലൊക്കേഷൻ പറയാം. തിരുവനന്തപുരം കഴക്കൂട്ടം കുളത്തൂരാണ്. സർവീസ് റോഡിലാണ്. നമ്മുടെ ജസ്റ്റ് നാഷണൽ നമ്മുടെ UST ഗ്ലോബലിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ്. അവർ നമ്പർ സ്ക്രീനിൽ കൊടുക്കാം, അതേപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. ചാനൽ ഇവിടെ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ ഒരു ഓഫർ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു കാർ അല്ലേ? ബഡ്ജറ്റ് കാർ മാരുതി ഓൾട്ടോ LXi 2012 വണ്ടി. സിംഗിൾ ഓണർ LX AC പോസ്റ്ററിംഗ്. ഓക്കെ, ബ്ലാക്ക് ആണ്. ചെറിയ 2 സ്ക്രാച്ചസ്. ആ ഡോറിൽ അവിടെ ഒരു ചെറിയ സ്ക്രാച്ച്. ഒരു 5 രൂപ 6 രൂപയുടെ പെയിന്റ് വർക്ക് അത്രേ മാത്രമേ ഉള്ളൂ. ഓക്കെ, ടയർ 4 ബ്രാൻഡ് ന്യൂ ടയറാണ്. പുത്തൻ ടയർ കിടപ്പുണ്ട്. 4 അല്ലേ? അപ്പോളോടെ 4 ടയർ കിടപ്പുണ്ട് പുത്തൻ. ഈ ഒരു ടെസ്റ്റ് ആകുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് ബോഡി എന്താണെങ്കിലും ഒന്ന് ടച്ച് ആൻഡ് പോളിഷ് ചെയ്യേണ്ടി വരും. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പാണ്. 76,000 ഉണ്ട് കേട്ടോ. അതെ. ഓക്കെ, വേറെ AC വർക്കിംഗ് ആണ്. പവർ സ്റ്റിയറിംഗ് AC നല്ല കൂളിംഗ് ആണ്. പവർ സ്റ്റിയറിംഗ് എല്ലാം പക്ക. മെക്കാനിക്കൽ സൈഡിലൊന്നും വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. ക്ലീൻ. അങ്ങനെ പുതിയ പ്രശ്നം വരാറില്ലല്ലോ? ഇല്ല. ഒരു വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പാണ്. നമുക്ക് എത്ര കൊടുക്കാം ഓഫർ? 1,15,000 രൂപ. 1.15. ലോണും കയറുമല്ലോ. 2012 ആണ്. വേണമെങ്കിൽ നമുക്ക് ഒരു 2 വർഷത്തേക്കൊക്കെ ഫിനാൻസ് കയറുമല്ലോ. ഓൾട്ടോ കേട്ടൻ 2013 മോഡൽ. സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്നു. LXi കൺവേർട്ടഡ് ടു VXi ആണ്. പവറിന്റെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ഓക്കെ, വണ്ടി നീറ്റാണ്. എല്ലാം ടച്ച് ആൻഡ് പോളിഷ് ചെയ്തെല്ലാം നീറ്റായി കിടക്കുന്നു. കിലോമീറ്റർ എത്രയാണ്? 74 കിലോമീറ്റർ. ഓക്കെ, ആവറേജ് ഉണ്ട്, കുഴപ്പമില്ല. ടയറൊക്കെ ഫ്രണ്ടിൽ 80% ടയറുണ്ട്. ബാക്കിൽ ഒരു 60% ടയറുണ്ട്. ഇന്ത്യൻ കണ്ടീഷൻ സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചുണ്ട്. ആൻഡ്രോയിഡ് സ്റ്റീരിയോ വിത്ത് റിവേഴ്സ് ക്യാം ഉണ്ട് കേട്ടോ. ആൻഡ്രോയിഡ് സ്റ്റീരിയോ, റിവേഴ്സ് ക്യാം, സെൻട്രൽ ലോക്ക്, 2 ഡോർ പവർ വിൻഡോ ആക്കിയിട്ടുണ്ടല്ലോ. അതെ. ബാക്കിൽ ഇല്ലല്ലോ? ഇല്ല. ഓക്കെ, ഫ്രണ്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഓൾട്ടോ കേട്ടൻ വേറെ റീപ്ലേസ്മെന്റ് ഗ്ലാസ് റീപ്ലേസ് ചെയ്ത് ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ആണ്. ഓക്കെ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല. മെക്കാനിക്കൽ സൈഡെല്ലാം സർവീസിനാണല്ലോ. കമ്പനി സർവീസ് അല്ല കേട്ടോ. രണ്ടാമത്തെ കസ്റ്റമർ എടുത്തപ്പോൾ എല്ലാം വെളിയിലാണ് ചെയ്തിരിക്കുന്നത്. നിലവിൽ എഞ്ചിൻ കണ്ടീഷൻ ഒക്കെ ആണല്ലോ? എല്ലാം പെർഫെക്റ്റ്, എല്ലാം വർക്കിംഗ് ആണല്ലോ. അതെ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് പ്രൈസ്? 1,65,000 രൂപ കൊടുക്കാം. 2013 വണ്ടി. 1.65. ലോണ് കയറുമല്ലോ? കയറും. ഇത് നമുക്ക് ഒരു 1.5 വരെ ഫിനാൻസ് എടുക്കാൻ പറ്റും. ഇതിനൊരു 3 വർഷം അടവ് കിട്ടില്ലേ? 13 വണ്ടി 3 വർഷത്തേക്ക് നമുക്ക് എടുക്കാൻ പറ്റുമല്ലോ. സ്വിഫ്റ്റ് എങ്ങനെയാണ് ഡീറ്റെയിൽസ്? ഇത് 2008 മോഡൽ ഡീസൽ VDI ഡീസൽ. ഓക്കെ, കിലോമീറ്റർ 89,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ. ഓ, സിംഗിൾ ഓണർ. ഇപ്പം ഡീസൽ അങ്ങനെ കിട്ടാൻ വലിയ പാട്. ഓക്കെ, അത് കിലോമീറ്റർ 89 AVG സർവീസ് വെക്കുന്നത്. അല്ല, ഡീസലിനെ അല്ല, കണ്ടാലും അറിയാലോ. സിംഗിൾ ഓണർഷിപ്പ്. ഇന്റീരിയർ ഒക്കെ കാണുമ്പോൾ അറിയാലോ, നല്ല നീറ്റായിട്ടിരിക്കും. ഡെന്റ് വലിയ സ്ക്രാച്ച് ഒന്നുമില്ല. ടയർ കണ്ടീഷൻ കൂട്ടാണ്. ചേട്ടാ, ഈ 89,000 കിലോമീറ്റർ ഡീസലിനെ സംബന്ധിച്ച് ലോയാണല്ലേ? പിന്നെ ഭയങ്കര ലോയാണ്. ഇത്ര വർഷം കൊണ്ട് അത്രയും കിലോമീറ്ററിലേ ആയിട്ടുള്ളൂ. ഓക്കെ, അതിൻ്റെ നല്ല നീറ്റാണ് കേട്ടോ. സീറ്റൊക്കെ ഇരിപ്പുണ്ട്, സ്റ്റീരിയോ ഉണ്ട്, 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ്. VDI അല്ലേ ചേട്ടാ? VDI. ഓക്കെ, സെൻട്രൽ ലോക്ക്. ഡീസൽ സ്വിഫ്റ്റ് ആകുമ്പോൾ എങ്ങനെയായാലും മൈലേജ് 22 അടുപ്പിച്ച് കിട്ടത്തില്ലേ? അത്രയൊന്നും കയറ്റി പറയുന്നത് 16 പോയിന്റ് ആവറേജ് പറഞ്ഞോളൂ. അല്ല, സ്വിഫ്റ്റ് അല്ലേ? കിട്ടും, നല്ല രീതിയിൽ കിട്ടും. 20+ മൈലേജ് എന്തായാലും കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. അത് ഉറപ്പാണ്. പെട്രോൾ തന്നെ കിട്ടുന്നുണ്ടല്ലോ 15, പിന്നെ ഡീസൽ കിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ 2008 28 ഒരു പേപ്പർ അല്ലേ? 28 ഒരു പേപ്പർ. ഓക്കെ, വേറെ പ്രശ്നം റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പ്, 89,000 ക്ലീൻ വണ്ടി. എത്രയ്ക്ക് കൊടുക്കാം നമുക്ക്? ഇത് 1,75,000 രൂപയ്ക്ക് പുതിയ ഇൻഷുറൻസ് കൊടുത്ത് കൊടുക്കാം. പുതിയ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കാം. ഓക്കെ, രാജേട്ടാ, നെക്സ്റ്റ് എക്സ്പ്രസോ എങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത്? 2020 മോഡൽ. സിംഗിൾ ഓണർഷിപ്പ്. 42,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ, റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. കമ്പനി സർവീസിനാണല്ലോ? കമ്പനി സർവീസ് ആണ്. ഓക്കെ, ഫുൾ കവർ ഇൻഷുറൻസ്, ലൈഫ് ടാക്സ്. എക്സ്പ്രസോ ഈ കളർ VXi വേരിയന്റ്. ഓക്കെ, നീറ്റ് വണ്ടിയാണ്. വേറെ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നുമില്ല.
മൈനോട്ട് രണ്ടുമൂന്ന് ചെറിയ സ്ക്രാച്ചസ് ഒഴിച്ച് ബാക്കി വേറെ മൈനൂട്ട് അതല്ലേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അതിനായിട്ടൊന്നും കാണുന്നില്ല. ഒന്നുമില്ല. ഓക്കെ. ഇതിൻ്റെ കണ്ടീഷൻ ഇത് VXA ആണ് കേട്ടോ. സീറ്റ് ഓവർ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, എയർ ബാഗ് വരുന്നുണ്ട്, ABS വരുന്നുണ്ട്, റിവേഴ്സ് ക്യാമറ ചെയ്തിട്ടുണ്ട്. AC പോസ്റ്റ് അല്ലേ? മറ്റേ മേളിൽ ചെയ്തിട്ടുണ്ട് അല്ലേ കേട്ടോ. ഓക്കെ. അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എക്സ്പ്രസ്സോ. അപ്പോൾ നമ്മുടെ എക്സ്പ്രസ്സോക്ക് എത്രയ്ക്ക് കൊടുക്കാം? 2020 ഇത് നമുക്ക് 3.10 കൊടുക്കാം. 3.10? 3.10 കൊടുക്കാം. ഓഫർ പ്രൈസാണ്. ഓഫർ പ്രൈസ്. എക്സ്പ്രസ്സോ 2020 3.10. നമ്മുടെ ഇത് അടുത്ത ചെയ്ത 2020 മോഡൽ. അടുത്തേക്കും കണ്ടിട്ടില്ല ഇത്രയും വില കുറച്ചിട്ട്. വില കുറവാണ്. ഓക്കെ. അപ്പോൾ ഫിനാൻസ് എത്ര ആയിരുന്നു ചേട്ടാ? ഒരു 275 280 വരെ ഫിനാൻസ് എടുക്കാൻ പറ്റും. ഒരു 25 to 30,000 ഉണ്ടെങ്കിൽ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഇറക്കാം. അതും സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 40,000 കിലോമീറ്റർ കമ്പനി സർവീസ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. രാജേഷേട്ടാ നെക്സ്റ്റ് i10. 1.2 കാപ്പ 2009 മോഡൽ, സെക്കൻഡ് ഓണർഷിപ്പ്. 1.2 കാപ്പയാണ്. അതെ. ഓക്കെ. 1.18 ഓടിയിട്ടുണ്ട്, ഫുൾ കമ്പനി സർവീസ് ആണ്. ഓണർഷിപ്പ് സിംഗിൾ ആണ്. സെക്കൻഡ് ഓണർഷിപ്പ്. KL01 ട്രിവാൻഡ്രം വണ്ടി. വേറെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 1.2 കാപ്പയാണ്. സ്പോർട്സ് ആണ് വേരിയന്റ് വരുന്നത്. സ്പോർട്സ് വേരിയന്റ് ആണ്. ഇത് മറ്റേ ഉള്ളിൽ വന്നിട്ട് ഡാഷ് എല്ലാം വന്നിട്ട് റെഡ് വരുന്ന ആ കോമ്പിനേഷനിൽ വന്ന് ഇറങ്ങിയിരിക്കുന്നത്. ഓക്കെ. ഒരു റെഡ് ആൻഡ് ആഷ് കളർ ഒരു നല്ലൊരു രണ്ട്. ഓക്കെ. ഇൻബിൽറ്റ് സീറ്റ് വരുന്നുണ്ട്, AC വരുന്നുണ്ട്, 4 പവർ ഉണ്ട്, പവർ സ്റ്റിയറിംഗ്. സ്പോർട്സ് അന്നത്തെ ടോപ്പ് ആൻഡ് ബോട്ടം. അതെ. ഓക്കെ. ടയർ അല്പം മോശമുണ്ട്. ടയർ ആവറേജ് ആണ് കേട്ടോ. ബാക്കിൽ കുഴപ്പമില്ല, ഫ്രണ്ട് ആവറേജ് ആണ്. ആവറേജ് അല്ല, ടയർ റീപ്ലേസ് ചെയ്യണം. ടയർ റീപ്ലേസ് ചെയ്യണം. ഓക്കെ. ബാക്കിൽ അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ ഇപ്പോൾ ഒരു പോളിഷിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ കുറച്ച് നീറ്റ് ആവും. വണ്ടി ഒന്നോടെ നീറ്റ് ആവും. പോളിഷ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ? അതിൻ്റെ ചെറിയ ടച്ചപ്പ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഓക്കെ. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രൈസ്? ഇത് നമുക്ക് 1.10 കൊടുക്കാം. 1.10 പോളിഷോടും ചെയ്ത് 1.10 കൊടുക്കാം. ഓക്കെ. അതും സ്പോർട്സ് ആണ് വേരിയൻറ്റ്. സ്പോർട്സ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ്, കമ്പനി സർവീസിലേക്ക് ഇപ്പോഴും ഫുൾ കവർ ഇൻഷുറൻസ്. ഇരിക്കുക. നെക്സ്റ്റ് ഓൾട്ടോ കേട്ടൻ. ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. ഓട്ടോമാറ്റിക് വേരിയൻറ്റ്. ഓക്കെ. അപ്പോൾ എങ്ങനെ? സിംഗിൾ ഓണർഷിപ്പ്, 2015 മോഡൽ. ഓക്കെ. VXA വേരിയൻ്റ് ആണ്. VXA ആണ് അല്ലേ? 54,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് സിംഗിൾ തന്നെ? സിംഗിൾ ഓണർ. ഓക്കെ. ഓട്ടോമാറ്റിക് ഗിയർ ഷിഫ്റ്റാണ്. VXA. ചെറിയ സ്ക്രാച്ചസ് അവിടെ ഫ്രണ്ട് ബമ്പറിൻ്റെ അവിടെ ഒരു സ്ക്രാച്ച് ഉണ്ട്. ബാക്കിൽ 2 ടയർ ആവറേജ്, ഫ്രണ്ട് 2 നല്ല ടയർ കണ്ടീഷനാണ്. ഓക്കെ. മെക്കാനിക്കൽ സൈഡ് എല്ലാം പെർഫെക്റ്റ് ആണ്. സീറ്റ് ഫാബ്രിക് ആണ്. ഇതിനകത്ത് ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. അതിനകത്ത് 2 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ ഉണ്ട്. സെൻട്രൽ ലോക്കും VXA. ടയർ കഴിഞ്ഞ് ഫ്രണ്ടിൽ പുത്തനുണ്ട്, ബാക്ക് ആവറേജ് അല്ലേ? അതെ. പിന്നെ ഒരു 5 രൂപയുടെ ബോഡി വർക്കുണ്ട്. അത് ബാക്കി എല്ലാം കണ്ടീഷൻ ടച്ചപ്പ് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രൈസ്? ഇത് 2,65,000 രൂപ. 2,65,000. ഓക്കെ. ഓട്ടോമാറ്റിക് ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും കമ്പനി സർവീസിനാണ്. ഫിനാൻസ് എങ്ങനെയാണ് ചേട്ടാ? ഇതൊക്കെ ഓൾമോസ്റ്റ് 2,30,000 രൂപ ഫിനാൻസ് എടുക്കാം. ചെറിയ പൈസ വണ്ടി എടുക്കാം. ഓട്ടോമാറ്റിക് ആണ്. രാജേട്ടാ നെക്സ്റ്റ് ഹോണ്ട അമേസ് പെട്രോൾ 2014 സിംഗിൾ ഓണർ, 1,20,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫുൾ കമ്പനി സർവീസ് ആണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമല്ല, പക്ക. ഓക്കെ. IV ടെക്. ഒരു ടൈലിലാകുമ്പോൾ ചെറിയൊരു ക്രാക്കുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. പിന്നെ മൈനൂർ സ്ക്രാച്ചസ് കാര്യങ്ങൾ അവിടെ ഉണ്ട്. അത്രേ ഉള്ളൂ കേട്ടോ. അത്രേ ഉള്ളൂ. മേജർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ആ ബോണറ്റിൽ വന്ന ചെറിയൊരു കളർ ഡിഫറൻസ് ഉണ്ട്. എയർ കണ്ടീഷൻ ഫ്രണ്ട് കൊള്ളാം, ബാക്ക് ആവറേജ് ആണ് കേട്ടോ. ഇന്ത്യയുടെ കണ്ടീഷൻ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, നീറ്റ് ആയിരിപ്പുണ്ട്. ഇതിനകത്ത് ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, 4 പവർ ഉണ്ട്, AC പവർ സ്റ്റിയറിംഗ്, സ്റ്റീറിംഗ് മൗണ്ട് കൺട്രോൾസ്, AC. വേരിയൻറ്റ് S ആട്ടോ. S വേരിയൻറ്റ്. ഓക്കെ. അപ്പം ഹോണ്ട അമേസ് പെട്രോൾ എങ്ങനെയാട്ടാ പ്രൈസ്? ഇത് നമുക്ക് 2,70,000 ഫുൾ ഫിനാൻസ് ഇട്ട് കൊടുക്കാൻ പറ്റും. 100% ഫിനാൻസും കൊടുക്കാൻ പറ്റും. ഫുൾ ഫിനാൻസ് കൊടുക്കും. ഓക്കെ. അങ്ങനെ രാജേഷേട്ടൻ്റെ സ്വന്തം ബ്രാൻഡാണ് ഹോണ്ട. ഹോണ്ടയുടെ സ്വന്തം രാജേഷേട്ടൻ. അപ്പം ഹോണ്ട വീണ്ടും അമേസ്. എങ്ങനെയാണ് ഡീറ്റെയിൽസ്? അമേസ് ഡീസലാണ്. അമേസ് ഡീസൽ. ഓക്കെ. 2017 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർ. മൈലേജിൻ്റെ രാജാവാണ് ഹോണ്ട അമേസ് ഡീസൽ അല്ലേ? 22 കണ്ണടച്ചിടുന്ന മൈലേജ്. ഓക്കെ. ഡീറ്റെയിൽസ് എങ്ങനെയാട്ടോ? 2017 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർ, 82,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫുൾ കമ്പനി സർവീസ് ആണ്. S വേരിയൻറ്റ്. അതിനകത്ത് ABS വരുന്ന മോഡലാണുണ്ടോ? S ആണ് വേരിയൻറ്റ്. ABS വരുന്നത് അല്ലേ? അതെ. ഓക്കെ. ടയർ കണ്ടീഷൻ വന്നിട്ട് ടയർ എല്ലാം കണ്ടീഷനാണ്, ഫുൾ കണ്ടീഷനാണ്. ഇൻഷുറൻസ് വന്നിട്ട് അടുത്ത മാസം എക്സ്പയറി ആവും. ഫുൾ കവർ ഇൻഷുറൻസ് ആണ്. സീറ്റ് വർക്ക് മാറ്റിയിട്ട് ആൻഡ്രോയിഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ. സീറ്റ് വർക്ക് നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് സീറ്റ് ഇരിപ്പുണ്ട്, സ്റ്റീറിംഗ് മൗണ്ട് കൺട്രോൾസ്, 4 പവർ ഉണ്ട്, പവർ സ്റ്റിയറിംഗ്. ചേട്ടാ ഡാഷ് വന്നിട്ട് പുതിയ മോഡലിൻ്റെ ഡാഷാണ് വരുന്നത്. 2018 ഡാഷ്. അതെ. ABS വരുന്നതിനകത്ത്. ABS വരുന്നുണ്ടല്ലേ? അതെ. ഓക്കെ. അപ്പോൾ ഇതെങ്ങനെ പ്രൈസ്? ഇത് നമുക്ക് 4,10 കൊടുക്കാം. 4,10 ഡീസൽ വണ്ടി. 2017. ഓക്കെ. ഫിനാൻസ് കേട്ടോ? ഫിനാൻസ് ഏകദേശം 3,70,75,000 രൂപ ഫിനാൻസ് എടുക്കാൻ പറ്റും. രാജേട്ടാ നെക്സ്റ്റ് ഫോർഡ് ഫിഗോ ന്യൂ ഷേപ്പ്.
പെട്രോൾ ആണ് വേരിയന്റ് 2018 രജിസ്ട്രേഷൻ 18 സിംഗിൾ ഓണർ കിലോമീറ്റർ വേറെ 28,000 കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ് സിംഗിൾ ഓണർ വണ്ടി ഓക്കെ. ന്യൂ ഷേപ്പ് ഫിയസ്റ്റ് ആണ്. അലോയ്സ് വരുന്നുണ്ട്. ടയറൊക്കെ 28,000 തേയ്മാനം മാത്രമേ ഉള്ളൂ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ബമ്പറിൽ കാണുന്ന ചെറിയ മൈനോട്ട് സ്ക്രാച്ചസ് മാത്രമേ ഉള്ളൂ. ടൈറ്റാനിയം എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് കേട്ടോ. ഈ ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങൾ ബോഡിയിലൊക്കെ ഒന്നും കുഴപ്പമില്ല, നീറ്റാണ്. ടൈറ്റാനിയം അല്ല ഫുൾ ഓപ്ഷൻ, ഏറ്റവും ടോപ്പിൻ്റെ മോഡൽ. എക്സ്ട്രാ അതിനകത്ത് റിവേഴ്സ് ക്യാമറയുടെ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇതിനകത്ത് സീറ്റ് ഫാബ്രിക് ആണ്, പക്ഷേ വെൽ മെയിൻറ്റഡ് ആണ്. ഇതിനകത്ത് ഓട്ടോമാറ്റിക് AC, സ്റ്റീയറിംഗ് മോഡ് കൺട്രോൾസ്, ഇൻബിൽറ്റ് സ്റ്റീരിയോ, ഫോർഡർ പവറുണ്ട്, AC പോക്കറ്റ്, സെൻട്രലോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. എല്ലാ ഫീച്ചേഴ്സും അലോയ്സ് ഉണ്ട്. പിന്നെ നല്ല ബിൽഡ് ക്വാളിറ്റി നോക്കുന്നവർക്ക് ഫോർഡ് നോക്കാം. മൈലേജ് വന്നിട്ട് ആവറേജ് നമ്മൾ ഒരു 12 കിലോമീറ്റർ പെട്രോൾ ഒരു 12-13 റേഞ്ച് പ്രതീക്ഷ. പക്ഷേ ഓടിക്കാൻ നല്ല പെർഫോമൻസ് ആയിരിക്കും, ലാഗ് കാര്യങ്ങളൊന്നും വരില്ല. അപ്പോൾ എങ്ങനെയാണ് പ്രൈസ്? ഇത് 3,70,000 കൊടുക്കാം. 370, 3,70,000. ഫിനാൻസ് എത്ര കയറും? ഫിനാൻസ് ഇതിന് ഫണ്ടിങ് കുറവാണ്, ചില ബാങ്കുകൾ ചെയ്യുന്നില്ല. എങ്കിലും നമുക്ക് അപ് ടു 3 lakhs വരെ ഫണ്ടിങ് എടുക്കാൻ പറ്റും. 2.5 to 3 lakhs ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഒരു ഫണ്ടിങ് എടുക്കാൻ പറ്റും. നെക്സ്റ്റ് നമ്മുടെ ബ്രസ ഡീസൽ, വിറ്റാറ ബ്രസ ഡീസൽ ZDI പ്ലസ് ടോപ്പ് ആൻഡ് മോഡൽ ഡ്യുവൽ ടോൺ. ഓക്കെ, ഡ്യുവൽ ടോൺ. രസമല്ലേ വണ്ടി കാണാനായിട്ട്. ഓക്കെ. മോഡൽ ബാക്കി ഡീറ്റെയിൽസ് എങ്ങനെയാടാ? മോഡൽ 2016 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ്, ഫുൾ കമ്പനി സർവീസ്, ടോപ്പ് ആൻഡ് മോഡൽ. കിലോമീറ്റർ 1,02,000. 1,02,000. അപ്പോൾ മേജർ സർവീസ് എല്ലാം കഴിഞ്ഞോ? മേജർ സർവീസ് എല്ലാം കഴിഞ്ഞിരിക്കും. ഇന്റീരിയർ ഒക്കെ നോക്കാം, നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടിരിക്കുന്നു. ഓക്കെ. ഇത് മാരുതി ഒറിജിനൽ സീറ്റ് പറയില്ലേ? അതെ. നീറ്റ് ആയിരിക്കും കേട്ടോ. നീറ്റായിരിക്കും. ZDI+ ആണ്. അപ്പം ഓട്ടോമാറ്റിക് AC, ഇൻബിൽറ്റ് സ്റ്റീരിയോ, സ്റ്റീയറിംഗ് മോഡ് കൺട്രോൾസ്, എയർ ബാഗ്, ABS, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, എല്ലാം കീല സെൻറ്റർ എല്ലാം വരുന്നുണ്ട്. ഓക്കെ. നീറ്റ് വണ്ടി, പുത്തൻ വണ്ടി ഇരിപ്പുണ്ടോ? എടുത്തിട്ട് 1 രൂപ അവർക്കുള്ള ടയർ കാര്യങ്ങളെല്ലാം 80% ടയർ ഉണ്ട്. അലോയ്സ് വരുന്നുണ്ട്. ഇത് എടുക്കുന്നവർക്ക് വെർത്താണ് കേട്ടോ. മൈലേജ് അതുപോലെ ഒന്നും ചെയ്യാനില്ലല്ലോ. കമ്പനി സർവീസ് ആണെങ്കിൽ പിന്നെ നോക്കാനില്ല, പക്കായിരിക്കും, നീറ്റായിരിക്കും. അപ്പോൾ എങ്ങനെയാ ഇത് നമുക്ക് 5,95 എടുക്കാം. 5,95,000. ഫിനാൻസ് നമുക്ക് 5.5 വരെ ഫിനാൻസ് എടുക്കാനും പറ്റും. രാജേട്ടാ, അടുത്തൊരു കിടിലൻ ബൊലേറോ. പറയാൻ കാരണമുണ്ട്, ടയർ പ്രൊഫൈൽ കൂട്ടിയിട്ടുണ്ട്, പ്ലാറ്റിയുടെ അലോയ്സ് വരുന്നുണ്ടല്ലേ. അതിന് 5 ഉണ്ട്. അതിന് എക്സ്പെൻസീവ് അത്യാവശ്യം. അപ്പോൾ എങ്ങനെയാണ് ഡീറ്റെയിൽസ് എങ്ങനെയാടാ? 2020 മോഡൽ, സെക്കൻഡ് ഓണർഷിപ്പ്, 76,000 കിലോമീറ്റർ ഓടി, എല്ലാം കമ്പനി സർവീസ് ആണ്. B6 വേരിയന്റ് ആണ്. എയർ ബാഗ്, അതെ. ഓക്കെ. അലോയ്സ് കാണാം കേട്ടോ, പ്ലാറ്റിയുടെ അലോയ്സ് ആണ്. വണ്ടി നല്ല നീറ്റാണ് കണ്ടോ. നീറ്റ് ഇപ്പോൾ ടയർ കണ്ടീഷൻ ഏതാണ്ട് 80% ടയർ ഉണ്ട്. അതെ. നമ്മുടെ സ്റ്റെപ്പിന് അടക്കം അലോയ്സ് ആണ് കേട്ടോ. നീറ്റായിരിക്കുണ്ട്. നീ വണ്ടി കുഴപ്പമൊന്നുമില്ല, പക്ക അല്ലേ? പക്ക വണ്ടി. വേറെ റാഡ്ലിംഗ് സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല, നീറ്റായിട്ടിരിക്കുന്നു. ഇതൊരു വോയിസ് കമാൻഡ് വരുന്നില്ല കേട്ടോ. ഇതിനകത്ത് വോയിസ് കമാൻഡിങ് ഇല്ല, അതിന് തൊട്ട് താഴെയുള്ളതല്ല. B6 ഓപ്ഷനിലാണ് ഇത് വരുന്നത്. ഇതിനകത്ത് എയർ ബാഗ് വരും, ABS വരും. എയർ ബാഗ് ABS വരുന്നുണ്ട്. ഓക്കെ. പവർ വിൻഡോ, 4 പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് എല്ലാം വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ മഹേന്ദ്ര ബൊലേറോ എങ്ങനെയാട്ടാ പ്രൈസ്? ഇത് നമുക്ക് 750 കൊടുക്കാൻ പറ്റും. 750. ഓക്കെ. ഫിനാൻസ് എത്ര കയറും? ഫിനാൻസ് നമുക്ക് ഏകദേശം 650 ആ റേഞ്ച് ഫിനാൻസ്. നെക്സ്റ്റ് കിയ സെൽറ്റോസ് എങ്ങനെയാണ്? 2022 ഡിസംബർ. ഓക്കെ. സിംഗിൾ ഓണർ, 19,000 കിലോമീറ്റർ. ഓക്കെ. HTK രജിസ്ട്രേഷൻ 22-23 ആണ് കേട്ടോ. 23 RC ഇഷ്യൂഡ്. ഓക്കെ. വേറെ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ക മെയിൻറ്റൈൻഡ് ആണ്. എക്സ്റ്റൻഡഡ് വാറന്റി കാര്യങ്ങളെല്ലാം ഉണ്ട്. വെൽ മെയിൻറ്റൈൻഡ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പുതിയ ഇൻഷുറൻസ് എടുത്തിരിക്കുന്നു. ഇത് ഷോറൂം സർവീസ് ആണ്, ചോദിക്കേണ്ട കാര്യമില്ല. ഷോറൂം സർവീസ് ചെയ്യാറുള്ളൂ. ഓക്കെ. ടയർ കണ്ടീഷനൊക്കെ ആ ഒരു തേയ്മാനം മാത്രമേ ഉള്ളൂ. 19,000 പോലും ഇല്ല. അത്രയും പക്ക കണ്ടീഷൻ. ബ്രാൻഡ് വണ്ടി എടുക്കണോട്ട് എടുക്കാം, ഒന്നുമില്ല. ഓക്കെ. ഇതിൻ്റെ കണ്ടീഷൻ സീറ്റ് ഫാബ്രിക് ആണ്, മെയിൻറ്റൈൻഡ് ആണ്. ഇതിനകത്ത് ഇൻബിൽറ്റ് സ്റ്റീൽ എല്ലാം വരുന്നുണ്ട് അവിടെ. സ്റ്റീയറിംഗ് മോഡ് കൺട്രോൾസ്, എയർ ബാഗ്, ABS, ഫോർഡർ പവറിൻ്റെ പവർ സ്റ്റിയറിംഗ്, പുഷ് ബട്ടൺ വരുന്നില്ല. പുഷ് ബട്ടൺ ഒന്നും വരുന്നില്ല. ഫോൾഡബിൾ കീ ആണെന്ന് പറഞ്ഞു. അലോയ്സും വരുന്നില്ല. ഓക്കെ. പക്ഷേ വണ്ടി നീറ്റ് അല്ല. ആവശ്യമുള്ള എല്ലാ ഫീച്ചേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. സൺറൂഫ് അങ്ങനെയുള്ള മാനുവൽ കേട്ടോ, മാനുവൽ. അപ്പോൾ കിയ സെൽറ്റോസ് മാനുവൽ, പെട്രോൾ, റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? 9,95,000 രൂപ. 9,95,000. ചേട്ടാ, ഇതിൻ്റെ പുതിയ തന്നെ പ്രൈസ് എത്രയായിരുന്നു? ഏകദേശം 15 ലക്ഷം രൂപ വരുന്നുണ്ട്. ഉണ്ടല്ലോ. ഓക്കെ. അപ്പോൾ ഫിനാൻസ് എങ്ങനെ വരും? ഏകദേശം നമുക്കൊരു 8,50,000 രൂപ മുതൽ 9 ലക്ഷം രൂപയ്ക്ക് അകത്ത് വരെ ഡിഫൻസ് പ്രൊഫൈൽ അനുസരിച്ച് ഫണ്ടിങ് എടുക്കാൻ പറ്റും. രാജേട്ടാ, നമ്മൾ കാണിച്ചാൽ കുറച്ച് പഴയ സ്റ്റോക്ക് 2-3 കിടപ്പുണ്ട്. ഈ മാസം ആദ്യമല്ലേ നമ്മൾ ഫാബിയ ഇത് അഡ്വാൻസ് പോയാണോ? ഓക്കെ. അപ്പം ഇനിയുള്ളത്
അതുകൊണ്ട് നമ്മുടെ ഒരു സ്വിഫ്റ്റ് കിടപ്പുണ്ടല്ലോ ചേട്ടാ. സ്വിഫ്റ്റ് കിടക്കുന്നുണ്ട് 2014 VXI പെട്രോൾ സെക്കൻഡ് ഓണർ 72,000 കിലോമീറ്റർ 330 വരുന്നുണ്ട്. ഓക്കെ. 2014 വാഗണർ VXI സെക്കൻഡ് ഓണർ 72,000 കിലോമീറ്റർ, ഇത് 240 വരുന്നുണ്ട്. ഓക്കെ. സാൻഡ്രോ 2012 GLS സിംഗിൾ ഓണർ 77 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതിന്റെ പ്രൈസിംഗ് വന്നിട്ട് 130 വരുന്നുണ്ട്. സെസ്റ്റ് കിടപ്പുണ്ട്. സെസ്റ്റ് കിടക്കുന്നുണ്ട് 2014 XT ടോപ്പ് എൻഡ് മോഡൽ സെസ്റ്റ് 37,000 കിലോമീറ്റർ സിംഗിൾ ഓണർ, ഇതിന്റെ വില വന്നിട്ട് 215 ഓഫർ. 215. ഇത്രയും വണ്ടി പഴയ സ്റ്റോക്ക് കിടപ്പുണ്ട്. അപ്പോൾ രാജേഷ് നമ്മുടെ പഴയ സ്റ്റോക്കെല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു സ്റ്റോക്ക് അടുത്തൊരു വീഡിയോ കാണാം. തീർച്ചയായിട്ടും. ഓക്കെ, ബൈ. ഓക്കെ.